വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് ടിപ്സ് പറഞ്ഞിരുന്നു. നമ്മുടെ മുഖത്തെ രോമങ്ങൾ എങ്ങനെ പൂർണ്ണമായും മാറ്റാം എന്നതായിരുന്നു ടോപ്പിക്. ഈ വീഡിയോ കണ്ട കുറച്ച് ആളുകൾ അവരുടെ കുറച്ച് സംശയങ്ങൾ കമന്റ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമന്റ്സിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഇതിൽ എനിക്ക് ആദ്യമായിട്ട് വന്ന കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ എണ്ണിപ്പെരുക്കി പറയുന്ന എനിക്ക് ബോധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ശരിക്കും ഞാനത് എണ്ണിപ്പെരുക്കി പറഞ്ഞതല്ല. നമ്മുടെ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് വന്ന സ്റ്റേജും ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ തെറ്റുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. നെക്സ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു സംശയം ചോദിച്ചിരുന്നു, ഷേവ് ചെയ്ത് മഞ്ഞൾ ചെയ്താൽ പോകുമോ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ മുഖത്തെ രോമങ്ങൾ മാറ്റാൻ നിങ്ങൾ ഒരിക്കലും ഷേവ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് യൂസ് ചെയ്യരുത്. ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിയുടെ തിക്നെസ് വളരെയധികം കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷേവ് ചെയ്യുന്നതിന് പകരം ഒന്നുകിൽ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിപ്പോൾ വാക്സ് സ്ട്രിപ്പ് കിട്ടുമല്ലോ. ഈ വാക്സ് സ്ട്രിപ്പ് നിങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് അതിനെ വെച്ച് നമ്മൾ മുടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ആ റൂട്ടിലെ ഗ്രോത്ത് കുറയും, മുടി തിന്നായിട്ട് വരും. കുറച്ച് മുടി മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പ്ലക്ക് ചെയ്തത് മാറ്റാൻ പറ്റും. അങ്ങനെ ഈ 3 പ്രോസസ്സിലൂടെ നമുക്ക് മുടി നന്നായി മാറ്റാൻ പറ്റും. പക്ഷേ റേസർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ മുഖത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ അതുപോലെ ചോദിച്ചതാണ്, ഷേവ് ചെയ്തതിന് ശേഷമാണോ മഞ്ഞൾ തേക്കേണ്ടത്? നമ്മൾ കണ്ടിട്ടുണ്ട് മിക്ക ആൾക്കാരും മഞ്ഞൾ മുഖത്തിടും, എന്നിട്ട് പറയും ഈ മുടി കുറേ നാൾ നമ്മൾ ഇടുമ്പം ഇത് താനേ കൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഞാനും ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ താനേ കൊഴിഞ്ഞു പോകും എന്നൊരു പ്രോസസ്സ് വരാൻ നമുക്ക് ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് മുടി മാറ്റിയതിന് ശേഷം മഞ്ഞൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ റിസൾട്ട് കിട്ടും. കാരണം നമ്മുടെ ആദ്യം കുറച്ച് തിക്നെസ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഹെയർ. ഈ ഹെയർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മഞ്ഞൾ തേക്കുമ്പോൾ ഇത് റൂട്ടിലോട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും നെക്സ്റ്റ് വരുന്ന മുടിയുടെ ആ ഗ്രോത്ത് കുറയുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഹെയർ റിമൂവ് ചെയ്തിട്ടിടുന്നതാണ് നല്ലത്. പിന്നെ ഈ റിമൂവ് ചെയ്യുമ്പോഴും നമുക്ക് കുറേ ആദ്യം നമ്മൾ റിമൂവ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ആകുന്നതിന് മുമ്പേ ഹെയർ വരും. വീണ്ടും നമ്മൾ റിമൂവ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു മെനക്കെട്ട പണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റിമൂവ് ചെയ്യുന്നതിൻ്റെ ആ ഡ്യൂറേഷൻ കുറഞ്ഞു വരും. ഓൾറെഡി അത് ഇല്ലാതാവുകയും ചെയ്യും. നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ മഞ്ഞൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മുഖത്തെന്ന് പറഞ്ഞാൽ മഞ്ഞളും പയറുമാണ് ചേർത്ത് തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെറുപയറാണോ യൂസ് ചെയ്യുന്നത്? നമ്മൾ മുഖത്ത് എല്ലാ കാര്യങ്ങൾക്കും ചെറുപയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ചെറുപയർ യൂസ് ചെയ്യുമ്പോൾ ചെറുപയർ പൊടിയല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നല്ല പച്ച മഞ്ഞൾ, നമ്മൾ ആയുർവേദ ഷോപ്പിലെന്നോ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിലോ ഒക്കെ നല്ല പച്ച മഞ്ഞൾ എടുക്കുക. അത് ക്ലീനാക്കി എടുത്തിട്ട് തലേ ദിവസമേ നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയർ ഈ മഞ്ഞളിനോടൊപ്പം അരച്ചെടുക്കുക. നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കാരണം ഇത് പയറുകൂടി ചേർക്കുന്നത് കൊണ്ട് പുറത്തിരുന്നാൽ കേട് വരും. അതുകൊണ്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് നേരം മുമ്പ് നമ്മളെടുത്ത് പുറത്ത് വയ്ക്കുക. നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ, ഒരു ലേസറിന് എത്രയാണ് റേറ്റ്? ഞാൻ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2020 നമ്മുടെ കൊറോണ വന്ന സമയത്താണ് ലേസർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പോയ സെൻറ്ററും അത് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊരു സെൻറ്റർ ആയിരുന്നു. അപ്പോൾ അത് ആദ്യം തുടങ്ങിയ ഒരു സമയമായത് കൊണ്ടായിരിക്കാം എനിക്ക് 2500 രൂപയാണ് ഒരു സിറ്റിങ്സിന് വരുന്നത്. പലയിടത്തും പല റേറ്റാണ്. 2500 എന്ന് കേട്ടിട്ടുണ്ട്, 5000, 10000 ഇങ്ങനെ ഓരോ റേറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു സെൻറ്റർ തുടങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ആദ്യം ഞങ്ങളൊക്കെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറേഷൻ ആയിരിക്കാം. പിന്നെ ആദ്യത്തെ റേറ്റ് 2500. ഞാൻ ചെയ്ത സെൻറ്ററിൽ ഇപ്പോൾ 3500 അവർ റേറ്റ് വാങ്ങുന്നത്. ലേറ്റസ്റ്റ് ഞാൻ അറിഞ്ഞത് അതാണ്. അതിൽ നിന്നും കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് ഓരോ സെൻറ്ററിലും ഓരോ റേറ്റാണ്. നിങ്ങൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം പോവുക. നമ്മൾ 3-4 സെൻറ്റർ അന്വേഷിക്കുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോവുക. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്,
ഈ നമ്മൾ ലേസർ ചെയ്യുന്ന പ്രൊസീജിയർ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചതാണ്, ലേസർ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഫേസിൽ ഷേവ് ചെയ്ത് കളയുമല്ലോ മുടി, അത് നമുക്ക് ബോറാകുമോ? അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. ഞാൻ അതിൽ ഫെമ്മിട്ട ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഫെമ്മിട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ മുടി വളരെ ബോറായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലേസർ എടുക്കുന്ന സമയത്ത് അവരാദ്യം ഷേവ് ചെയ്തതിന് ശേഷം അവർ ലേസർ ചെയ്യുന്നു. ലേസർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച ഒരു ജെൽ അപ്ലൈ ചെയ്യാൻ തരും മുഖത്ത്. ആ ജെല്ലിട്ട് കഴിയുമ്പോൾ നമുക്ക് മുഖത്തെ കറുത്ത പാടുകൾ വരത്തില്ല. ഇതിന് വേറെ ഒരു സൈഡ് ഇഫക്ട്സും വരാതിരിക്കാനാണ് തരുന്നത്. അത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഇങ്ങനെ ലേസർ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തിന് യാതൊരു വൃത്തികേടും ഉണ്ടായിരിക്കൂല. സാധാരണ നമ്മൾ അല്ലാതെ ഷേവ് ചെയ്തിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് അറിയാൻ പറ്റും ഷേവിങ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ലേസറിന് മുമ്പ് നമ്മൾ ഷേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ഒരു വൃത്തികേടും ഉണ്ടായിരിക്കത്തില്ല. മുഖം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതുപോലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തണോ എന്ന്. ലേസർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് നടത്തേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നടത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും സെൻറ്ററുകളിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് പോയി കാണിക്കുക. അപ്പോൾ അന്ന് തന്നെ അവർക്ക് ടൈം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ ചെയ്തു തരും. നമ്മൾ അതിൻ്റെ ക്യാഷ് അടച്ചാൽ മാത്രം മതി. അല്ലാതെ യാതൊരു ടെസ്റ്റുകളും ലേസർ ട്രീറ്റ്മെൻറ്റിന് ആവശ്യം ഇല്ല. ഇനിയിപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റിന് ശേഷം വരുന്ന ഹെയർ റിമൂവ് ചെയ്യേണ്ടി വരുമോ? ചേച്ചി ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റിന് ശേഷം മുഖത്ത് ഹെയർ വരും. ആ വരുന്ന ഹെയർ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് പോലെ ഒരുമിച്ച് വരുന്നതല്ല. ഈ ഹെയറിനെന്ന് പറഞ്ഞാൽ തിക്നെസ് ഉണ്ടെങ്കിലും ഡെഡ് ഹെയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഒരു ഹെയർ നമ്മൾ പ്ലക്ക് ചെയ്ത് വലിക്കുമ്പോൾ നമുക്ക് പെയിൻ വരും അവിടെ. പക്ഷേ ഈ ലേസർ ചെയ്തതിന് ശേഷം വരുന്ന ഹെയർ നമ്മൾ പ്ലക്ക് ചെയ്യുമ്പോൾ നമുക്കത് വേദനിക്കത്തില്ല. കാരണം ആ ഹെയറിൻ്റെ റൂട്ട് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ റൂട്ട് നശിച്ചിട്ട് ഈ അകത്തുള്ള ഹെയർ ആണ് പുറന്തള്ളുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയേണ്ട കാര്യമേ ഉള്ളൂ. എന്നോട് ഡോക്ടർ പറഞ്ഞത്, ഈ നമ്മളിപ്പോൾ ലേസർ കഴിഞ്ഞിട്ട് വരുമല്ലോ ഹെയർ, അതിന് വേറൊന്നും ചെയ്യണ്ട, ഷേവ് ചെയ്ത് കളഞ്ഞാൽ മതി, പേടിക്കണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഷേവിങ് പ്രോസസ്സിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഹെയർ വരുന്നതിനനുസരിച്ച് ഒന്നുകിൽ ത്രെഡ് ചെയ്ത് കളയും അല്ലെങ്കിൽ പ്ലക്ക് ചെയ്ത് കളയും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെയറിന് റൂട്ടില്ല. അപ്പോൾ അതൊരു ഡെഡ് ഹെയർ ആണ്. അത് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഉള്ളത്. എവിടെയാണ് ലേസർ ചെയ്തത്, അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലേസർ ചെയ്തത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. എൻ്റെ പ്ലേസ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് പാപ്പനംകോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പാപ്പനംകോട് മോഹൻ സ്കിൻ കെയർ ക്ലിനിക് എന്നാണ് അതിൻ്റെ പേര്. എനിക്കൊരു പ്രൊമോഷനോ ഒന്നുമല്ല. ഞാൻ ഈ വീഡിയോ ചെയ്തതുകൂടി അവർക്കറിയത്തില്ല. ഇവിടെ ഉള്ളവർക്ക് ഒരു ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മോഹൻ സ്കിൻ കെയർ ക്ലിനിക് എന്നാണ്. എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലേഡി ഡോക്ടറാണ്, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാം. നമുക്ക് സപ്പോർട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ലേസർ ചെയ്തിട്ട് കുറച്ച് എന്തെങ്കിലും ടെൻഷൻ വന്നാൽ, അയ്യോ ഡോക്ടർ എനിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമുക്ക് പറയേണ്ട ഒരു സ്പേസ് ഉണ്ട്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അപ്പർ ലിപ്പിൽ മാത്രമാണ് ഹെയർ ഉള്ളത്, അത് ചെയ്യാൻ എത്ര റേറ്റ് കുറയുമോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫേസ് മുഴുവൻ ചെയ്യാനാണ് എനിക്ക് 2500 റുപ്പീസ് ആയിട്ടുള്ളത്. അപ്പർ ലിപ്പ് മാത്രമാകുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ റേറ്റ് കുറയും. പിന്നെ ഞാൻ ചെയ്ത സെൻറ്ററിലായിരിക്കത്തില്ല നിങ്ങൾ ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ്. അതുകൊണ്ട് എനിക്കത് എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞാലും അത് ആപ്റ്റ് ആവത്തില്ല. സോ നിങ്ങൾ ചെയ്യാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി നിങ്ങൾ കാര്യം പറഞ്ഞ് റേറ്റ് എത്രയാണെന്ന് ചോദിക്കുക. അത് തന്നെയാണ് അതിൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ. അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എനിക്ക് ഇതേ പ്രശ്നമാണ്, വളരെ നാണക്കേടാണ് മുഖത്ത് ഹെയർ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഫേഷ്യൽ ഹെയർ എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാകും. അത് തന്നെയാണ് അവസ്ഥ. നമുക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ല, നമുക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അനുഭവിച്ച കുറേ സിറ്റുവേഷൻസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് ട്രീറ്റ് ചെയ്യത്തില്ലേ? ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്യും. അതുപോലെ ഈ ഫേഷ്യൽ ഹെയർ വരുമ്പോൾ
ഒത്തിരിയുള്ളവർ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ചെറിയ ചെറിയ രോമങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 1 2 വലിയ ഹെയർ മാത്രം വരുന്നവരുണ്ട്. ഇവരൊന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞൾ ചെറുപയറും കൂടെ അരച്ചത് അത് നമ്മൾ ഡെയിലി ഒരു റൊട്ടീനായിട്ട് ചെയ്യുക. നമുക്ക് വേറെ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല. ഈ ഫേഷ്യൽ ഹെയർ പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫേസിൻ്റെ കളർ കൂടും, നമുക്ക് നല്ലൊരു അട്രാക്ഷൻ കിട്ടും ഫേസിന്. അതുകൊണ്ട് നിങ്ങൾക്കത് കോൺഫിഡൻസോടെ ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ അലർജി വരുന്നവർ പാല് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിൽ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ചൊറിച്ചിലോ അലർജീസോ വേറെ ഒന്നും വരത്തില്ല. കൂടുതൽ ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോൺഫിഡൻസോടെ, നമുക്ക് വേറെ ആരെന്ത് ചിന്തിക്കും അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, മാറും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.